ഹായ്. പരീക്ഷാകാലമാണ്. പരീക്ഷ പനി പിടിച്ച് നടക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. എന്നാൽ വളരെ കൂളായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടായിരിക്കും. വളരെയധികം ആഗ്രഹത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെ പലതരം വിദ്യാർത്ഥികളാണുള്ളത്, പലതരം മനുഷ്യരാണുള്ളത്. പ്രധാനമായിട്ടും മനുഷ്യന് 3 ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെയാണ്. അതിനെ നമ്മൾ സത്വഗുണമെന്നും രജോ ഗുണമെന്നും തമോ ഗുണമെന്നും പറയും. ഈ സത്വഗുണമുള്ള ആൾക്കാർക്ക് അവരുടെ മനസ്സ് വളരെയധികം ഏകാഗ്രതയുള്ളതായിരിക്കും, ശാന്തരായിരിക്കും. അവർക്ക് അറിവ് സമ്പാദനവും ആത്മീയതയൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അതായത് ബ്രഹ്മവിദ്യ എന്താണെന്നറിയുക, ആത്മജ്ഞാനം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊരു വിഷയം പഠിക്കാനിരുന്നാലും അവർക്ക് കൂടുതൽ ഏകാഗ്രതയോടുകൂടി അത് പഠിക്കാൻ വളരെയധികം എളുപ്പമാണ്. വളരെ വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ശാന്തമായി തൻ്റെ മുന്നിലുള്ള പ്രവൃത്തി എന്തോ അതിനകത്ത് മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുള്ള ആളുകൾ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളുമുണ്ട്. വളരെ ശാന്തമായി ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗം രജോ ഗുണികളാണ്. അവർ വളരെ മിടുക്കരാണ്, വളരെ പ്രവർത്തന നിരതരാണ്. അപ്പോൾ അവർ പലപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും. കുറച്ച് വികാര ജീവികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് മാർക്ക് വാങ്ങണം, പഠിക്കണം. പഠിക്കൽ മാത്രമല്ല, മറ്റു പല മേഖലകളിലും തങ്ങൾ മിടുക്കരാണെന്ന് തെളിയിക്കണമെന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ടായിരിക്കും. അതാണ് ഈ രജോ ഗുണമുള്ള കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കോൺസെൻട്രേഷനൊന്നും അത്ര നല്ലതൊന്നും ആയിരിക്കത്തില്ല. അവർ എന്നാലും സ്ട്രഗിൾ ചെയ്ത് അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ പഠിക്കും. അങ്ങനത്തെ കുട്ടികളാണ് മിടുക്കന്മാരവർ തീർച്ചയായിട്ടും. അപ്പോൾ രജോ ഗുണികൾ അങ്ങനെയുള്ളവരാണ്. പിന്നെയുള്ളത് തമോ ഗുണികൾ എന്ന് വെച്ചാൽ താമസികമായിട്ടുള്ള പ്രവൃത്തി, ജഡത്വമാണെന്ന് വെച്ചാൽ വളരെ അലസന്മാരാണ്. ഒരു കാര്യവും ചെയ്യാൻ ഒരു താല്പര്യമില്ല. എപ്പോഴും ഒന്നുകിൽ കിടക്കണം, അല്ലെങ്കിൽ വല്ല വീഡിയോ ഗെയിമോ ടി വിയോ കളിക്കുകയോ ടി വി കാണുകയൊക്കെ ചെയ്ത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു വിഭാഗം വളരെ അപകടകരമായിട്ടുള്ള പല മേഖലകളിലോട്ടും പോകും. അത് മയക്കുമരുന്നോ മദ്യമോ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അത് തമോ ഗുണികളാണ് അങ്ങനെ അധികം കൂടുതലായിട്ട്. അതായത് മാനസിക ഉല്ലാസം, ശാരീരിക ഉല്ലാസം ലഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും മാത്രം വിരാജിച്ച് ഒരു ആവശ്യമുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ശരീര നിബദ്ധമായി ശരീരത്തിന് ഉള്ള സുഖങ്ങളും കാര്യങ്ങളും മാത്രം കൊടുത്ത് ബ്രെയിനിനെ അല്പം പോലും ഉപയോഗിക്കാതെ സുഖലോലുപന്മാരായിട്ട് മടിയന്മാരായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ. അവർ വളരെ വലിയ വിഭാഗമാണ്. അപ്പം അങ്ങനെയുള്ള ഈ താമസിക ചിന്തയുള്ള കുട്ടികളുള്ളതുകൊണ്ടാണ് നമ്മുടെ കലാലയങ്ങളിലൊക്കെ വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള ഒരു തെളിവും അത് തന്നെയാണ്. കാര്യം അവർക്ക് ഒന്നിനോടും വലിയ അനുകമ്പയോ ഒന്നുമില്ല. സ്വന്തം സുഖങ്ങളും സ്വന്തം ജീവിതവും. അപ്പോൾ ചിന്താശേഷിയില്ല. ചിന്താശേഷിയുള്ള കുട്ടികൾ ഒരിക്കലും അപകടങ്ങൾ കാണിക്കാറില്ല. അപ്പം ഈ തമോ ഗുണികളുടെ ഒരു കുഴപ്പം അതാണ്. ഈ തമോ ഗുണികളായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ ആത്മീയത ഇല്ലാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക, മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കെല്ലാം വേണം, എൻ്റെ ആളുകൾക്കെല്ലാം വേണമെന്ന ചിന്ത വരുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത്. മനുഷ്യൻ്റെ സ്വഭാവവും അവൻ്റെ വിദ്യാർത്ഥി ലക്ഷണവും തമ്മിൽ ഒന്നുപോലെയാണ്. ഇപ്പം ഒരു മനുഷ്യൻ എങ്ങനെയാണോ അവൻ്റെ സ്വഭാവം, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ അത് തന്നെയാണ് അവൻ്റെ വിദ്യാർത്ഥി ലക്ഷണവും. ഈ സാത്വിക ഗുണവും രജോ ഗുണവും തമോ ഗുണവും എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതിൻ്റെ അളവ് എങ്ങനെ മാറുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്നത്. ഇപ്പോൾ സത്വഗുണമുള്ള ഒരാൾ എന്ന് പറഞ്ഞാലും 100% സത്വഗുണമുള്ള ആളല്ല. അയാൾക്കും രജോ ഗുണവും ഉണ്ട്, തമോ ഗുണവും ഉണ്ട്. ഇത് 3 ഗുണങ്ങളും ത്രിഗുണങ്ങളും നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. എല്ലാവരും ത്രിഗുണികളാണ്. അതിനകത്ത് ഏതാണ് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നതെന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്നത്. അപ്പോൾ നമ്മൾ സാത്വിക ഗുണമുള്ളവരെ നമ്മൾ പ്രകാശം എന്നാണ് പറയുന്നത്. അവർക്കെപ്പോഴും വെളിച്ചമാണ്, അവരെപ്പോഴും പ്രകാശം പരത്തുന്നവരാണ് അല്ലേ. രജോ ഗുണമുള്ളവരെ നമ്മൾ പ്രവൃത്തി എന്നാണ് വിളിക്കുന്നത്. കാര്യം പ്രവർത്തന നിരതരാണ്. അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ നമ്മൾ ജഡത്വം എന്നാണ് വിളിക്കുന്നത്. കാര്യം ഒരു അങ്ങേയറ്റത്തെ അലസതയും ഭയം മൂലമുണ്ടാകുന്ന അപകടങ്ങളുമൊക്കെയാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ
അതാണ് പൊതുവേ ഇതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല കേട്ടോ. അത് ആൾക്കാർ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇപ്പം സാത്വിക ഗുണമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് വിളിക്കും. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതിയൊന്നുമല്ല. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആരാണോ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവൻ, അവനവനെ അറിയാൻ ശ്രമിക്കുന്നവൻ, അല്ലെങ്കിൽ ബ്രഹ്മ വിദ്യ അറിയാൻ ശ്രമിക്കുന്നവൻ, സെൽഫ് അവെയർനെസ് ഉള്ളവൻ, അറിവിലേക്ക് അമരുന്നവൻ, അങ്ങനെയുള്ള ആൾക്കാരാണ് സാത്വിക ഗുണമുള്ളവർ എന്ന് വിളിക്കുന്നത്. അറിവിൽ അമരുന്നവർ, ഇല്ല അറിയാനുള്ള ത്വര ഉണ്ടാകുന്നവൻ, അല്ലെ ജിജ്ഞാസു, മറ്റൊന്നിനെക്കുറിച്ചും അവന് വളരെ വലിയ അതിയായ മോഹങ്ങളില്ല, ഒന്നുമില്ല. എന്താണോ ആ അറിവിനകത്തോട്ടങ്ങ് അമരുക എന്നുള്ളതാണ് സാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ്റെയും ഒരു വിദ്യാർത്ഥിയുടെയും ലക്ഷണം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിക്കുന്നത്. ഇപ്പം പ്രജ്ഞാനം ബ്രഹ്മ എന്നല്ലേ പറയുന്നത്, അറിവാണ് ദൈവം. കൃഷ്ണ ഇസ് ദ സുപ്രീം കോൺഷ്യസ്നെസ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ, ദ സെൻറ്റർ ഓഫ് കോൺഷ്യസ്നെസ്. അറിവിൻ്റെ ഒരു അച്ചുതണ്ടാണ് കൃഷ്ണ എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ അർജുനൻ എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം സിൻസിയർലി എഫേർട്ട് ഇടുന്ന ഒരാൾ, അറിയാനുള്ള സിൻസിയർ എഫേർട്ട് ഇടുന്ന ഒരു വിദ്യാർത്ഥി, ഏറ്റവും മികച്ച വിദ്യാർത്ഥി. അപ്പോൾ അതാണ് സാത്വിക ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അയാളിൽ രാജസിക ഗുണവും ഉണ്ട്. അതുകൊണ്ടാണ് അയാളൊരു യോദ്ധാവായത്. മനസ്സിലായില്ലേ? യോദ്ധാവായത് അതുകൊണ്ടാണ്, ഇല്ലേ? അപ്പോൾ പിന്നെ ഇമോഷൻ തളർത്തിയപ്പോഴാണ് പുള്ളിക്ക് താമസിക ഗുണം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഗുണം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കൂടുതൽ വലിയ അതിമോഹങ്ങളൊന്നുമില്ലാതെ നന്നായി പഠിക്കുകയും ഒരു ജോലി സമ്പാദിക്കുകയും മാന്യമായി ജീവിക്കുകയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ, ഇല്ലേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചതുപോലെയുള്ള ചിന്തകളുമായി ജീവിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സാത്വിക ഗുണമുള്ളൊരു വിദ്യാർത്ഥിയാണ്. അല്ല എനിക്ക് വലിയ ഉന്നതമായ പദവികളിലെത്തണം, വലിയ കമ്പനികൾ സ്ഥാപിക്കണം, ലോകത്തെ ഭരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയ ഗുണമുള്ളവനാണ്. അത് ഏത് ജാതിയിൽ പിറന്ന ആളായാലും അങ്ങനെ ചിന്തിക്കുന്ന ആൾ ക്ഷത്രിയനാണ്. ഈ ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും ശൂദ്രത്വവും വൈശ്യത്വവും ഒക്കെ നമ്മുടെ ചിന്തകളിലാണ്. ഇനി അത് ആരല്ലെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് എൻ്റെ സത്യം. നമ്മളിപ്പം ഭരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനേജ് ചെയ്യണം, വോണ്ട് ബി എ ലീഡർ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെപ്പോഴും കൂടുതൽ രജോ ഗുണികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം അവർ ആഗ്രഹമുള്ളതുകൊണ്ട് പഠിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പലപ്പോഴും അവരുടെ മനസ്സ് എങ്ങും അങ്ങോട്ട് ഉറക്കത്തില്ല. അവർ പലപ്പോഴും പല മേഖലകളിലും വ്യാപരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏകാഗ്രത സത്വ ഗുണമുള്ളവരെക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും. അതായിരിക്കും അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം. പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൽ ആഗ്രഹം വളരെ ശക്തമായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കും. തമോ ഗുണികളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ തമോ ഗുണികളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അതാണ് സത്യം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ മതി. അതുകൊണ്ടൊരു നല്ല വിദ്യാർത്ഥി ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റുകൾ മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. അതിനകത്ത് ആദ്യം ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്ന് പറയുന്നത് പോലെ ശരീരത്തിൽ തുടങ്ങണം. നമ്മളിപ്പം വ്യായാമം ചെയ്യുക, പ്രാർത്ഥിക്കുക, രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുക, ഭക്ഷണം കഴിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാക്കാത്ത ഭക്ഷണം കഴിക്കുക. ഇപ്പം സാത്വിക ഗുണമുള്ള ആൾക്കാർ ഒരു പക്ഷേ വലിയ എരിവും പുളിയും ഒന്നും ഇല്ലാത്ത വളരെ ഫ്രഷായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. രജോ ഗുണികൾ കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ള ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. തമോ ഗുണികൾ ഇല്ല, തീരെ ചിലപ്പോൾ പഴകിയ ആഹാരം എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നിട്ട് യാതൊരു വ്യായാമമൊന്നും ചെയ്യാതെ അലസന്മാരായിട്ട് കിടക്കുന്നവരായിരിക്കും. ഈ അലസത തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവരുടെ പഠനത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെയധികം ആരോഗ്യപ്രദമായിരിക്കണം, ഫ്രഷായിരിക്കണം. നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യണം, കുറച്ച് സൂര്യപ്രകാശം കൊള്ളണം, അല്ലേ? അങ്ങനെയൊക്കെ മാത്രമേ അലസത മാറ്റിയെടുക്കാൻ പറ്റൂ. ഇപ്പോൾ ശരീരത്തിൽ നിന്നാണ് മനസ്സിനകത്തോട്ടത്. മനസ്സും ശരീരവും പരസ്പരം സൈക്കോസോമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയും. നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകളെയും സ്വാധീനിക്കും എന്ന് പറയുന്നത് പോലെ ഭക്ഷണം നന്നായാൽ, പ്രവർത്തനം നന്നായാൽ തീർച്ചയായിട്ടും ചിന്തകളും നന്നാവും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന, അറ്റ്ലീസ്റ്റ് സെയിങ് താങ്ക് യു എവറി ഡേ, ബിക്കോസ് ലൈഫ് ഈസ് എ ബ്ലെസ്സിങ്. ആ നന്ദി പറയാനുള്ളൊരു കഴിവ്, പിന്നെ കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് വെയിൽ കൊള്ളുക,
ഉറക്കം വരുന്ന അലസത ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. പരീക്ഷ സമയത്ത് അതാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യപ്രദമായ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് കൂടുതൽ സത്വഗുണമുള്ളവരായി മാറിയാൽ ഏകാഗ്രത കൂടും, നല്ല വിദ്യാർത്ഥിയാകാൻ പറ്റും, പഠനം രസകരമാവും. പഠിക്കാൻ ഒരുപാട് ടെക്നിക്കുണ്ട്. അതിനകത്ത് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നൊരു ടെക്നിക്കുണ്ട്. ഇമോഷണലി അറ്റാച്ച്ഡ് ടു എ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം വായിക്കുന്നതിനോട് അങ്ങേയറ്റവും വൈകാരികമായി ബന്ധപ്പെടുക, അത് പഠിച്ചു തീരുന്നത് വരെ അതിനകത്ത് മനസ്സുറപ്പിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് 1.5 മണിക്കൂർ പഠിച്ചതിന് ശേഷം വിശ്രമിക്കാം, അല്ലെങ്കിൽ പൊമഡോർ പോലത്തെ ടെക്നിക്ക് ഉപയോഗിക്കാം. ടെക്നിക്ക് ഏതും ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മൾ കൂടുതൽ സത്വഗുണികളാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ നിർമ്മലമായ ചിന്തകൾ, അറിയാനുള്ള ആഗ്രഹം, മാർക്കിനുള്ള ആഗ്രഹത്തെക്കാൾ ഉപരി ആ സബ്ജക്റ്റ് എന്താണെന്ന് കൃത്യമായി വാട്ട് ഇറ്റ് ഈസ്, വൈ ഇറ്റ് ഈസ്, വെയർ ഇറ്റ് ഈസ്, ഹൂ ഇറ്റ് ഈസ്, വെൻ ഇറ്റ് ഈസ് എന്ന ചോദ്യങ്ങളുള്ളിൽ ഉടലെടുത്തുകൊണ്ട് ഒരു ജിജ്ഞാസുവായി പഠിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കലാണ് തമോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഒരു മികച്ച വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു സത്വഗുണമുള്ള വിദ്യാർത്ഥിയായി മാറുക എന്നുള്ളതാണ് എൻ്റെ സത്യം. അല്ലാതെ നമ്മൾ ഇപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, അല്ല ഇന്നത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലത് ഇന്നത് അറിയണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതാണ്. അറിയുമ്പോൾ വേണ്ടതെല്ലാം അറിയാതെ വന്ന് ചേർന്നുകൊള്ളും. ഓക്കെ, അപ്പോൾ നമ്മുടെ തമോ ഗുണം മാറ്റിവെച്ച്, അലസത മാറ്റിവെച്ച്, ജഡത്വം മാറ്റിവെച്ച്, ഇല്ല അനാവശ്യമായിട്ടുള്ള ഭയം മാറ്റിവെച്ച്, അറിവാണ് ധൈര്യം. ഒരു പരീക്ഷയ്ക്ക് പോകുന്നൊരു കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്? അറിയാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അയാൾ മാൽ പ്രാക്ടീസസ് ചെയ്യുന്നത്? അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ തമോ ഗുണം ഒരുപാട് അപകടങ്ങളിലേക്ക് നയിക്കും. തീർച്ചയായിട്ടും അലസരായ വിദ്യാർത്ഥികളാണ്, പഠിക്കാത്തവരാണ് പരീക്ഷയിൽ മാൽ പ്രാക്ടീസസ് ചെയ്യുന്നത്, കോപ്പി അടിക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ അവരാണ്. അതിനൊരു സംശയം വേണ്ട അതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കൂടുതൽ സത്വഗുണമുള്ള വിദ്യാർത്ഥികളായി മാറുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതൂ. അപ്പോൾ ഈ സത്വഗുണം പ്രധാനമായി ജീവിച്ചാൽ ലൈഫിനകത്തും വളരെയധികം സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് 3 വിദ്യാർത്ഥി ലക്ഷണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ വീഡിയോ കഴിയുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനും നമ്മളെ ഒന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാനും വേണ്ട മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. വീണ്ടും കാണാം. പ്രവീൺ കമലമ്മ, നൗ സൈനിങ് ഓഫ്. സി യു അഗൈൻ വിത്ത് അനദർ വീഡിയോ.